ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വിശന്ന് പൊരിഞ്ഞ് ഇവിടെ വന്ന് ഉണ്ടാക്കാറുണ്ട്, ക്ഷമയില്ലായിരുന്നു. ഞാൻ ലുലുവിൽ കയറിയായിരുന്നു, തക്കാളിയും പ്രോട്ടീൻ ബ്രെഡൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. അന്നേരം ദേ ഇരിക്കുന്ന ഒരു മീൽസ് ഞാൻ അന്നേരം 2 കൽപ്പിച്ചങ്ങ് വാങ്ങിച്ച്. അതുകൊണ്ട് ഇന്ന് പക്ഷേ ഇതിൻ്റെ കാൽഭാഗമൊക്കെ കഴിക്കുള്ളൂ, ചോറ് അധികം കഴിക്കില്ല, പച്ചക്കറി കഴിക്കും. പക്ഷേ ഇത് ഇനഫാണ്. നമ്മളൊരു മീൽസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ തരുന്ന വെജിറ്റബിളും പ്രോട്ടീനും ഇതൊന്നും ഇനഫല്ല. ശരിക്കും ചോറ് എക്സസ്സുമാണ്. നേരെ നമ്മളിങ്ങനെ മീൽസ് വാങ്ങിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കണം ചോറ് കുറച്ച് കഴിച്ചിട്ട് ബാക്കി എല്ലാ കറികളും കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് സമാധാനമായിട്ട് സമയം കിട്ടുമ്പോൾ സലാഡായിട്ടോ ഒരു മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ നമ്മുടെ പ്രോട്ടീനും ഇതെല്ലാം ഓക്കെ ആയിട്ട് വരും. പക്ഷേ ഇങ്ങനെ എമർജൻസി വരുമ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നേരെ അങ്ങനെയാണേ. നേരെ ഞാൻ ഇന്ന് കഴിച്ചു നോക്കുക, എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇതെന്തോ ഒരു ചാറുണ്ട്. ഇത് ചിക്കൻ, എനിക്ക് മീനായിരുന്നു വേണ്ടത്. ഇത് ചമ്മന്തി, മുട്ടയുണ്ട് കേട്ടോ, മുട്ട പൊരിച്ച ഒരു മുട്ടയുണ്ട്. പിന്നെ രസമൊന്നുമില്ല, ഉണ്ടമുളക അങ്ങനെയല്ലേ. ബീൻസും ക്യാരറ്റും തോരൻ. പിന്നെ ഇതെന്നാ പേരെന്നാ, പച്ചടി. ഇവിടെ ഒരു താത്തയുണ്ട് ഞങ്ങൾക്ക്, ടിക്ടോക്കിനുള്ള താത്തയാണ്, ഒളിച്ച് നിൽക്കുമ്പോൾ. എന്താ പേരുണ്ട് ടിക്ടോക്കിൽ പറയണ്ട കേട്ടോ. ഒളിച്ച് നിൽക്കുക, വലിയ വ്യൂസൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ഫേസ് കാണിക്കില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ ഇഷ്ടമില്ല. ഇതെന്താന്ന് നോക്കണേ, മേ ബി മീൻകറി ആയിരിക്കും. അല്ല, മീനാന്നാ തോന്നണേ. അല്ലോ, ചിക്കൻ കറിയോ. എന്തായാലും കുറച്ച് ചാറ് വെച്ചു, ചമ്മന്തി. ഉണക്കമീനൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാൻ കഴിച്ച് കഴിഞ്ഞ് ചോറ് കൂടുതൽ കഴിച്ചാലോ എന്ന് ഓർത്ത് പേടിച്ചിട്ട് ഉണക്കമീനൊന്നും കഴിക്കില്ല. അന്നേരം ഞാൻ ആ ചിക്കൻ്റെ ചാറൊക്കെ ഇട്ട് ഇളക്കി. ഈ മീനൊരു പ്രശ്നമുണ്ട് എനിക്ക്, മീനല്ല മുട്ട, പച്ചമുളക് ഇടും വരും, അതെനിക്ക് പേടിയാണ്. എന്നാലും കഴിച്ചല്ലേ പറ്റൂ. പച്ചമുളക് ഇല്ലാതെ ഓട്ടയിൽ കൂടെ നോക്കിയാൽ പച്ചമുളകില്ല. ചിക്കൻ എനിക്ക് വേണ്ട, ഞാനിവിടെ ഉണ്ടാക്കണേ. പക്ഷേ വട്ടിടും, അത് വിട്ട്. ദെൻ അച്ചാറുണ്ട്, എന്തോ അച്ചാറ്, എനിക്ക് എന്താണെന്നറിയില്ല. നെസ്റ്റോ ഇങ്ങനെ വെച്ച് കുഴപ്പമില്ലാന്ന് മാത്രം, ഒരു നാടനൊരു ടേസ്റ്റ് വരില്ല. എന്താണോ ആകും. ഞാൻ അടുത്ത ശനിയാഴ്ച ഇവിടെ ഞങ്ങളുടെ ഫ്രീസോണിൻ്റെ അടുത്ത് ഒരു ഗഫൂർക്ക തട്ടുകട എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ നിന്ന് ഞാൻ പൊതിച്ചോറ് കഴിക്കും അടുത്ത സാറ്റർഡേ. അതിൻ്റെ അടുത്ത് ആരെങ്കിലും താമസിക്കണ്ട, അവിടെ എന്തായാലും ഞാൻ പോയി പൊതിച്ചോറ് കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹത്തിലിരിക്കുക. അന്നേരം സാറ്റർഡേ ഉച്ചയ്ക്കായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ സൺഡേ ഉച്ചയ്ക്കായിരിക്കും. അപ്പോൾ ഓക്കെ, ഇനി നാളെ കാണാം.